നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ അൽ നസർ അൽ ഇത്തിഹാദുമായിട്ട് ഏറ്റുമുട്ടുന്നു. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 ഹോങ്കോങ്ങിലാണ് ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു അൽ നസറിന്റെ കോച്ച് ഓർഗെ ഹീസസ്, അതുപോലെ അവരുടെ പുതിയ താരം ജാവോ ഫെലിക്സും. നാളത്തെ കളി എങ്ങനെയായിരിക്കുമെന്ന ചോദ്യം ഓർഗെ ഹീസസിനോട് ചോദിക്കുമ്പോൾ നാളത്തെ കളി എങ്ങനെയെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ബി എ ടഫ് മാച്ച്. രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടം തന്നെയായിരിക്കും നാളെ നടക്കുക. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഐഡിയാസ് സ്റ്റിൽ പ്ലെയേഴ്സിനോട് കൺവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൗദി ഫുട്ബോൾ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ട് ഈസി ഗെയിം ഉണ്ടാകും എന്ന് നമ്മൾ കരുതണ്ട. ഞാനിപ്പോൾ അൽ നസറിൽ ഒരു മാസത്തിൽ കുറഞ്ഞ സമയമേ ഇവിടെ പരിശീലനം മറ്റുമൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഒരു സ്ട്രോങ് സ്റ്റാർട്ട് സൂപ്പർ കപ്പിലൂടെ ഞങ്ങൾക്ക് ഇവിടെ നടത്തേണ്ടതുണ്ട്. നാളെ ശരിയാണ്, സൂപ്പർ കപ്പിൻ്റെ ഓപ്പണിംഗ് ഗെയിമാണ്. പക്ഷെ ഇതെനിക്ക് ആദ്യത്തെ സൂപ്പർ കപ്പല്ല. ഞാൻ ഇതിനു മുമ്പ് 3 സൂപ്പർ കപ്പുകൾ 3 എഡീഷനുകളിൽ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുണ്ട്. എനിക്ക് 4ാമത്തെ കിരീടം ഈ ഒരു ടൂർണമെന്റിൽ നേടണം എന്നുകൂടി ഇപ്പോൾ ഓർഗെ ഹീസസ് കൃത്യമായിട്ട് പറഞ്ഞ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വളരെ കൃത്യമാണ്. നേരത്തെ അദ്ദേഹം ഇവിടെ കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട്. സൂപ്പർ കപ്പ് അദ്ദേഹത്തിന് ഒരു പുതുമയുള്ള കാര്യമല്ല. അതോടൊപ്പം നാളത്തെ കളി വളരെ ടഫായിരിക്കുമെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഒപ്പം തന്നെ CR7 പ്രസൻസ് ആണ് ഇങ്ങോട്ടേക്ക് വരാൻ, ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ, അൽ നസറിലെ ചലഞ്ച് ഏറ്റെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഇപ്പോൾ ഒരു പുതിയ ലൈഫാണ് അൽ നസറിലുള്ളത്. ഗോൾ എന്ന് പറഞ്ഞ് വളരെ വ്യക്തമാണ്. കിരീടങ്ങൾ ചൂടുക, സീരിയസ്ലി കോമ്പീറ്റ് ചെയ്യുക. എൻ്റെ എയിം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ടീമിനെ പ്രിപ്പയർ ചെയ്ത് കളിക്കളത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് എന്നുകൂടി ഇപ്പോൾ ഓർഗെ ഹീസസ് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ജാവോ ഫെലിക്സും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ കളി അത്ര എളുപ്പമുള്ളതല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. വി നോ ദി ഡിഫിക്കൽറ്റി ഓഫ് ദി മാച്ച് അഗെയിൻസ്റ്റ് അൽ ഇത്തിഹാദ്. കൃത്യമായിട്ട് അറിയാം അൽ ഇത്തിഹാദിനെതിരെയുള്ള കളിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. എന്നാൽ 90 മിനിറ്റിൽ കളി തീർക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുക. കാരണം മറ്റൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. ഞങ്ങൾ സ്കോർ ചെയ്തില്ല, ഞങ്ങൾ ഇനിയിപ്പോൾ അവരും സ്കോർ ചെയ്തില്ല, അല്ലെങ്കിൽ ഞങ്ങളും അവരും സ്കോർ ചെയ്തു, സമനിലയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ പെനാൽറ്റീസിലേക്ക് എത്തും. അത് ആ ഒരു സെനാരിയോ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു കടുത്ത പോരാട്ടം ഈ കളിയിൽ ഉണ്ടാകും എന്ന് തന്നെ ഇപ്പോൾ പറയുന്നു ജാവോ ഫെലിക്സും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.